ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല മഴ പെയ്യാട്ടോ. അപ്പോൾ അതേ കറണ്ട് പോയതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് ക്യാമറയുടെ ലൈറ്റ് ഓൺ ചെയ്ത് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് പുറത്ത് പോയായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോയി. അപ്പോഴാണ് നന്ദമോൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ റോഡിലോട്ട്, മെയിൻ റോഡിലോട്ട് പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ മലക്കറി കടയിൽ നിന്ന് മേടിച്ചതാട്ടോ ഇത്. നല്ല കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടി ഇല്ലേ, അത് മേടിച്ചു. അപ്പോൾ നന്ദയ്ക്ക് നല്ല ഇഷ്ടമായത്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വീട്ടിൽ നിൽക്കുകയല്ലേ, ഹോളിഡേയ്സ് അല്ലേ, വേവിക്കാമെന്ന് കരുതി ഞാൻ വാങ്ങിച്ചതാട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നു, അത് കഴുകാനെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മണ്ണുണ്ട്. അപ്പോൾ നമുക്ക് നോർമലി കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ച് വെയിൽ കൊണ്ട് പച്ച കപ്പലണ്ടി ഇല്ലേ, നല്ലതായിട്ട്. ചിലതൊക്കെ തോട് കുറച്ച് ഡ്രൈ ആയിരിക്കും, ഇത് കുറച്ച് ഫ്രഷായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. ഇത് ഓൾമോസ്റ്റ് എപ്പോഴും നമുക്കിവിടെ അവൈലബിൾ ആട്ടോ. വല്ലപ്പോഴേ ഉള്ളൂ കിട്ടാതെ വരുന്നത്, എന്നാലും കിട്ടും, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. അപ്പം ഇതേ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതേ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ വെള്ളം ഒഴിച്ച് കോരി മാറ്റുക, കഴുകിയില്ല, ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു കോരി മാറ്റുക. അപ്പോൾ അതേ നല്ല ചെളിയുണ്ട് കേട്ടോ, നല്ല മണ്ണും ചെളിയും അതിനകത്തുണ്ട്. അപ്പം നല്ലൊരു പണി ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ സിങ്കിൽ കൂടെ ഒഴിച്ചില്ല, ഞാൻ പുറത്തോട്ട് എടുത്ത് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും മണ്ണും ചെളിയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പം എന്തായാലും ഒന്നും കൂടെ കഴുകിയേ പറ്റത്തുള്ളൂ. ഒന്നും കൂടെ അല്ല കേട്ടോ, 5-6 പ്രാവശ്യം നല്ല രീതിയിൽ കഴുകിയില്ലെങ്കിൽ നമ്മൾ തോടോടെ വെച്ചിട്ടല്ലേ നമ്മൾ പുഴുങ്ങുന്നേ. അപ്പോൾ ആ സമയത്ത് മണ്ണ് കഴിക്കും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമ്മൾ നല്ല വൃത്തിയായിട്ട് അത് 7 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി അതിൽ തുളിയും മണ്ണും ഒക്കെ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് കുറേ പ്രാവശ്യം കഴുകിയിട്ടെടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം കഴുകുന്നതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ എന്നിട്ട് നല്ല കലങ്ങിയ വെള്ളം തന്നെ വരുന്ന, മണ്ണും ചെളിയൊക്കെ ആയിട്ടുള്ള വെള്ളം തന്നെ വരുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ കഴുകി കുറേ കഴുകി, കൈവച്ചൊക്കെ ചുരണ്ടി കഴുകി. ആ വെള്ളം ഒരു പ്യുവർ വൈറ്റ്, മീൻസ് ഒരുപാട് അഴുക്കില്ലാത്ത രീതിയിൽ വരുന്ന സമയം വരെ ഞാനത് കഴുകി കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഫുഡ് ഇതാട്ടോ. നമുക്കിവിടെ ഷവർമയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് കിട്ടാറില്ല. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ബേക്കറീസൊക്കെ വന്ന് തുടങ്ങിയത് തന്നെ. അപ്പോൾ അവരുടെ ഫുഡ് ഇതൊക്കെ തന്നെ കേട്ടോ, നല്ല നാച്ചുറൽ. പിന്നെ കഷ്ടപ്പെട്ട് അവരൊക്കെ വയലിൽ കിടന്ന് വെയിലത്തൊക്കെ കിടന്ന് പണി ചെയ്തുണ്ടാക്കുന്നതല്ലേ. നമ്മളൊക്കെ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുന്നേ അവർ പോവും വയലിലേക്കൊക്കെ. അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വെയിലും കൊണ്ട് വെറും തൈരും ചോറും ഒക്കെ കഴിച്ചിട്ട് അവരിതൊക്കെ ഇത് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് നമ്മൾ ഈ ഫാർമേഴ്സ്, കൃഷിക്കാരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞാലേ അവർക്കൊക്കെ നല്ല ആസ്തിയും എല്ലാം ഉണ്ട്, എന്നാലും എന്ത് സിമ്പിൾ ലൈഫാണെന്നറിയാവോ. അപ്പം അതൊക്കെ തോന്നുമ്പോൾ കഷ്ടം തോന്നും. നല്ല കുറേ മനുഷ്യരാട്ടോ കൃഷിക്കാർ. നല്ല പശുക്കളെയും പിന്നെ പോത്തുകളെയൊക്കെ വളർത്തി നല്ലൊരു പഴയ കാലത്തെ ഒരു രീതിയാണ് ഇവിടെ. അതുകൊണ്ടൊക്കെ കൂടിയാട്ടോ എനിക്കിവിടെ നിൽക്കാനും ഇഷ്ടം. അപ്പോൾ ഞാൻ കുക്കറിലാക്കി ആശാനെ. അപ്പോൾ ഒരു 3-4 വിസിലിൻ്റെ ആവശ്യമുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എത്ര വിസിലാണെന്നൊന്നും അറിയത്തില്ല. നമുക്കൊരു 3-4 വിസിലടിക്കാം. എന്തായാലും കുക്കായി അകത്ത് ഉപ്പൊക്കെ പിടിച്ചില്ലെങ്കിൽ ഒരുമാതിരിയല്ലേ. അപ്പം ഞാൻ കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണ്ടേ നമ്മുടെ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തെ ഒരാൾ വന്നു. ഇത് നല്ല രസമാട്ടോ. നമ്മൾ ഈ കുക്കറിൻ്റെ അടപ്പ് അങ്ങോട്ട് തുറക്കുമ്പോഴേ നമ്മൾ മണപ്പിച്ച് നോക്കിയില്ലേ, അതെന്താണെന്നറിയാമോ, നല്ല മണ്ണിൻ്റെ മണം വരും. നല്ല രസമല്ലേ. നമുക്കിങ്ങനെ മഴയൊക്കെ നല്ല വെയിലുള്ള സമയത്ത് മഴ പെയ്യുമ്പോൾ നല്ല രസമല്ലേ മണ്ണിൻ്റെ സ്മെല്ല്. അതേപോലെ ഈ കുക്കർ തുറന്നപ്പോൾ നല്ല മണ്ണിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നന്ദൂട്ടം തന്നെ കോരുന്നു. നന്ദയ്ക്ക് നല്ല ഇഷ്ടമാണ്. നന്ദ വീണ്ടും എടുത്ത് മണപ്പിച്ച് നോക്കുക കേട്ടോ. അപ്പം അതേണ്ടേ നമ്മൾ പുഴുങ്ങിയ കപ്പലണ്ടി എടുത്തു. നന്ദൂട്ടം പുറത്തിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു, മഴ പെയ്യുന്നുണ്ട്. അപ്പം നല്ല മഴയത്ത് ചൂട് കപ്പലണ്ടി, പിന്നെ ഞാൻ കട്ടൻ ചായ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു നന്ദമോക്ക്. അപ്പോൾ വേണ്ടേ ഇരുന്ന് തട്ടുക കേട്ടോ, അവൾക്ക് ഇഷ്ടമായി ഇതൊക്കെ. അപ്പോൾ വേണ്ടേ തട്ടുക. അങ്ങനെ എനിക്ക് ഒരെണ്ണം ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരെണ്ണം തന്നു. ഒരെണ്ണം പൊളിച്ച് തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഫുള്ള് തോടോടെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ടേ ഫുള്ളായിട്ടുള്ളതാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് ഞെക്കുന്നുടനെ അതിൽ നിന്ന് വെള്ളം ചാടിപ്പോവും കേട്ടോ. അപ്പോൾ അതകത്ത് കുക്കായെന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല രീതിയിൽ ഉപ്പൊക്കെ കയറി കാണും അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതേ ഓപ്പൺ ചെയ്തു. നല്ല ഉരുണ്ട കപ്പലണ്ടി കേട്ടോ, നല്ല വലിയ കപ്പലണ്ടിയാണ്. ഇങ്ങനെ കാണുന്നത് കണക്കല്ല, നല്ല വലുതായിരുന്നു. അപ്പം ഞാനും നന്ദൂട്ടനും കൂടെ
തകർത്തിരുന്ന് കഴിച്ചു. പിന്നെ കുറച്ചെടുത്ത് അനുവേട്ടനും വെച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ.